ആദ്യം അവരുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇനി നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ 3 കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഈ പ്രണയത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്താണ്, ഇതാണ് നോക്കുന്നത്. ഇനി മൂന്നാമത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുകൂടി നോക്കുന്നുണ്ട്. 5 വാണ്ടാണ് വന്നിരിക്കുന്നത്. തീ പോലുള്ള പ്രണയമാണ്, വാണ്ട എനർജിയാണ്, അഗ്നിമൂലകമാണ്. എന്നാൽ സംഘർഷഭരിതമായൊരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റാരോടോ ഇത്തിരി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി അവരെ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അവരെ അതിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടുകാരായിരിക്കാം മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, സിംഗിളാണെങ്കിൽ. അല്ല കപ്പിളാണെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, വീട്ടുകാരെ പ്രശ്നമൊക്കെ ഉണ്ടാവുക. ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ പങ്കാളികൾ തമ്മിൽ തന്നെ ഇതറിയുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാവുക, പ്രശ്നങ്ങളാണ്. എന്നാൽ തേർഡ് പാർട്ടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം ആ മെസ്സേജ് എടുത്താൽ മതി, അത് അവസാനം നോക്കാം. എന്തായാലും അവരിത്തിരി സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണത്. അപ്പോൾ നിങ്ങളുടെ 2 പേരുടെ സാഹചര്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരോടും അവർ ഫൈറ്റ് ചെയ്യുന്നു, അവർ കുറച്ച് മാനസിക സമ്മർദ്ദത്തിലാണ്, പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും വഴക്കിട്ടു അകന്ന് നിൽക്കുന്നു, ഇതുപോലുള്ളൊരു സാഹചര്യമാണ് അവർക്കിപ്പോൾ. ഇവിടെ 2 പേരും സംസാരിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്ത പോലെയൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു സംഘർഷമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ. ഇനി ഹാങ്ഡ് മാൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് മെസ്സേജാണ് കേട്ടോ. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞ സ്റ്റക്കായ അവസ്ഥയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. നിങ്ങൾ 2 പേരുമുള്ള ബന്ധത്തിൽ സ്റ്റക്കായി നിൽക്കുകയായിരുന്നെങ്കിൽ അത് മാറാൻ പോകുന്നു എന്നാണ്. നിങ്ങളാണ് ബ്ലോക്ക് ചെയ്തത് എങ്കിൽ നിങ്ങൾ ബ്ലോക്ക് മാറ്റി സംസാരിക്കും. അല്ല നിങ്ങളെയാണ് ബ്ലോക്ക് ചെയ്തത് എങ്കിൽ അവർ ബ്ലോക്ക് മാറ്റാൻ പോകുന്നുണ്ട്. അപ്പം നല്ലൊരു വാർത്തയാണ് റിവേഴ്സ് വന്നതുകൊണ്ട്. നെഗറ്റീവ് കാർഡ് റിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിക്ക് വേണ്ടി 10 വാണ്ട വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി കുടുംബമാണ് എന്ന് പറയുന്നത്. 10 വാണ്ട എന്ന് പറഞ്ഞാൽ കുടുംബം, അല്ലെങ്കിൽ ജോലിയിലത്തെ ഉത്തരവാദിത്തങ്ങൾ, മനസ്സിൻ്റെ ഭാരം. അപ്പം മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും 2 പേര് ഇരിക്കുന്നു എന്നാണ് 10 വാണ്ട് പറയുന്നത്. ഇവിടെ ക്രോണിസാണ് നിൽക്കുന്നത്. മാനസിക ബുദ്ധിമുട്ടുകൾ, വിഷമം, സങ്കടമൊക്കെയാണ് പറയുന്നത്. അപ്പം തേർഡ് പാർട്ടി ഇല്ല എന്നുള്ളൊരു സമാധാനമുണ്ട്. പക്ഷെ നിങ്ങളെ നിയന്ത്രിക്കുന്ന, അകറ്റുന്ന ഒരു കുടുംബമുണ്ട്, അതൊരു തേർഡ് പാർട്ടി തന്നെയാണ്. അത് മാറിപ്പോയി നിങ്ങൾ ഒന്നാവുമെന്ന് ഹാങ്ഡ് മാൻ റിവേഴ്സ് വന്നപ്പോൾ പറഞ്ഞു. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ സന്തോഷത്തിലേക്ക് വരാൻ പോകുന്നു, അവരിത്തിരി സംഘർഷം അനുഭവിച്ച് അത് മാറാൻ പോകുന്നു. ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്.